നമസ്കാരം. ഇത് ഹൈദരാബാദിൽ ഞാനും അവിടുത്തെ ഒരു സ്റ്റേറ്റ് ബസ്സിലെ വനിതാ കണ്ടക്ടറുമായിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വക്കീൽ കൂട്ടുകാരൻ്റെ പെങ്ങളുമായിട്ടുള്ള അഫെയർ കഴിഞ്ഞ് അവളുടെ മരണശേഷം എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഡള്ളായി. സാധാരണ ഒരുവിധം പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത ആളാണ് ഞാൻ. പക്ഷേ ഇതെൻ്റെ മനസ്സിനെ പിടിച്ച് വലച്ച് കളഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് ഡ്യൂട്ടിയിലൊക്കെ പ്രവേശിച്ച് എൻ്റെ മൈൻഡ് കറക്റ്റല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എവിടേക്കെങ്കിലും പോവാം. അപ്പോൾ ചില ദിവസം എനിക്ക് പകൽ ഞാൻ ഫ്രീ ആവും. അങ്ങനെ ഞാൻ ചാർമിനാർ കാണാൻ പോയി. അനവധി പ്രാവശ്യം പോയ സ്ഥലമാണ്. എന്നാലും വെറുതെ അവിടെ ചെന്നപ്പോൾ അതിലും വലുത് എനിക്ക് ഈ പെൺകുട്ടിയായിട്ട് ഞാനവിടെ പോയതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരിക. ഞാൻ വേറെ പെണ്ണുങ്ങളെ ഹൈദരാബാദ് ചാർമിനാർ കാണിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതാണ് എൻ്റെ മനസ്സിൽ തേട്ടി വരുന്നത്. തിരിച്ചു പോവാം. ഇപ്പോൾ ശംഷാബാദ് ഉണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, അവിടുത്തുകാരനാണ്, ടാക്സി ഡ്രൈവറാണ്. അവൻ്റെ അടുത്ത് പോകാൻ വിചാരിച്ച് ഞാൻ ശംഷാബാദ് ബസ്സിൽ കയറിയപ്പോൾ ബസ്സിൽ ഒരു തിരക്കില്ല. ഒരു 10-11 മണി നേരം പകൽ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ ഒരു ലേഡിയാണ്, വനിതാ കണ്ടക്ടറാണ്. ഒരു 40 വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട്, ഒരു 45 എത്തിയിട്ടില്ല. അപ്പോൾ ഈ പെണ്ണ് സാധാരണ ഡ്രസ് ചുരിദാറിൻ്റെ മുകളിൽ കൂടി യൂണിഫോമിൻ്റെ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്, ഒരു പഴയ കോട്ട്. ഇവളുടെ മുഖത്തോട്ട് നോക്കിയാൽ പ്രായം തോന്നില്ല, പക്ഷേ അവളുടെ മുഖത്തൊരു നിരാശ, എന്നാലാ ഒരു കുസൃതി കലർന്നൊരു നോട്ടവും. ഒറ്റ നോട്ടത്തിൽ തന്നെ ആളൊരു ഫ്രീ ലേഡിയാണെന്ന് മനസ്സിലായി. അങ്ങനെ പരിപാടിക്ക് കിട്ടുമെന്നല്ല, ഒരു ഇടപഴകാൻ പറ്റിയൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ മുഖത്തോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ഇവരെ കാണാണ്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് ഫേസ് റീഡിങ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഇവളുടെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചത് ഇവൾ പരിപാടിൻ്റെ ആളല്ല, പക്ഷേ മുട്ടിയാൽ കിട്ടും. അതുമാത്രമല്ല, ഇവളുടെ മനസ്സിലെന്തോ ഒരു വിഷാദം ഇവൾ അലട്ടുണ്ട്. ഏത് നേരം അവൾ വിജനതയിലേക്ക് നോക്കിയിരിക്കലും. കുറച്ച് ആൾക്കാരെ ആരെങ്കിലും കയറിയാൽ പോയിട്ട് അവർക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് വന്ന് ഇവളുടെ കണ്ടക്ടർ സീറ്റിൽ വന്നിരിക്കും. അങ്ങനെ ഞാൻ ഇവളോട് ചോദിച്ചു, മാഡത്തിൻ്റെ വീട് ഇവിടെ അടുത്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവൾ എന്നോട് സംസാരിക്കാൻ താല്പര്യം കാട്ടി. ഇവിടെ അടുത്താണ്. എന്നോട് ചോദിച്ചു, സാറ് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ആർമിയിലാണ്. അപ്പോൾ അവളുടെ അച്ഛൻ ആർമിയിലായിരുന്നു, മറാഠ റൈഫിൾസിൽ. അവൾ പഠിച്ചതൊക്കെ മഹാരാഷ്ട്ര. അച്ഛൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, അവിടെയൊക്കെ ക്വാർട്ടേഴ്സിൽ ഇവൾ പോയിട്ടുണ്ട്. പിന്നെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് അവൾ പഠിച്ചത്. അങ്ങനെ അവൾക്ക് ഹിന്ദി നല്ലോണം അറിയും, ഇംഗ്ലീഷും അറിയും. ഇപ്പം അച്ഛനില്ല, അമ്മയുണ്ട്, അച്ഛൻ്റെ അനിയനുമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ നേരത്തെ ഞാൻ ചോദിച്ചു, മാഡം നാളെ ഈ റൂട്ടിൽ തന്നെ ഉണ്ടാവുക, ടൈമിങ് എപ്പോഴാണ്? ഈ ചാർമിനാർ വരുന്നതിന് മുമ്പ് ഏത് സ്റ്റാൻഡിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്? അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തിനാ ചോദിച്ചു. ഒന്നിനുമല്ല, എനിക്ക് വെറുതെ ഇവിടുത്തെ ഗ്രാമപ്രദേശത്തേക്കാണ് പോകണമെങ്കിൽ എനിക്കൊന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ടൈമും സ്ഥലമൊക്കെ പറഞ്ഞു തന്ന് പിറ്റേ ദിവസം ഞാൻ ആ ബസ്സിൽ കയറി. ആ ബസ് പോണ ലാസ്റ്റ് പോയിൻ്റേക്ക് ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് പോയിൻ്റിൽ ഒരു ചെറിയ വില്ലേജാണ്, അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ചായ പിടിച്ച് ഇതിനൊരു ചായ മേടിച്ചു കൊടുത്ത് പോന്ന്. തിരിച്ച് വരുമ്പോൾ തിരക്കില്ല, ഞാൻ അവരുമായിട്ട് കൂടുതൽ കമ്പനിയായി. ഞാൻ പറഞ്ഞു, ഇനി നാളെ വരാൻ പറ്റില്ല, സൺഡേ എനിക്ക് പറ്റും. അങ്ങനെ ആ ഞായറാഴ്ച സെയിം വണ്ടിയിൽ ഞാൻ പോയി. അന്ന് അവർ ഡ്യൂട്ടിയിലുണ്ടായി. ഇങ്ങനെ കമ്പനി ആയി കഴിഞ്ഞപ്പോൾ ഞാനിവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഓഫ് ഡേ? ഞായറാഴ്ച ഓഫ് എടുക്കാമെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ ചോദിച്ചു. എന്തിനാ ചോദിച്ചു. ഞാൻ പറയും, എനിക്ക് ഹൈദരാബാദ് നമുക്ക് ചുറ്റിക്കറങ്ങാനും പിന്നെ നിങ്ങളൊരു നല്ലൊരു ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ്. വെറുതെ ചുറ്റിക്കറങ്ങാനും സംസാരിച്ചിരിക്കാനൊക്കെ എന്നെ ഒരു നല്ല സുഹൃത്തായിട്ട് കൂട്ടുമെങ്കിൽ നമ്മളെപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. പിന്നെ സോപ്പിടാൻ ഞാൻ വളരെ വിദഗ്ധനാണ്. അങ്ങനെ ഒരു ദിവസം, അപ്പോൾ എനിക്ക് ഞായറാഴ്ച കണക്കൊന്നുമില്ല ഓഫ് കിട്ടണത്. അപ്പോൾ അവരൊരു ദിവസം പറഞ്ഞ ഇട ദിവസം അന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. അന്ന് ഞങ്ങൾ കുറേ സ്ഥലമൊക്കെ കറങ്ങി, ചായ കുടിച്ച്, ഭക്ഷണം കഴിച്ചു.
അപ്പോഴാണ് ഞാൻ ഇവരോട് പറഞ്ഞത് എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെ ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു, അവർ മരിച്ചുപോയി. അതിൻ്റെ ടെൻഷനും മൂടോട്ട് മാറാനാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് സൗഹൃദം സ്ഥാപിച്ചതും ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങി നടക്കണത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കണ ആളൊന്നും അല്ല അത്. അപ്പോൾ അവൾ പറയും മൂഡ് ഔട്ടൊക്കെ ഇല്ലാത്ത ആൾക്കാരില്ല, പ്രശ്നങ്ങളെല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവളോട്ട് കൂടുതലായിട്ട് അടുപ്പം സ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ ഇവളോട് ഞാൻ ചോദിച്ചു, നമുക്ക് എവിടെയെങ്കിലും ഒരു റൂം എടുത്താലോ ഫ്രീ ആയിട്ട്. അപ്പോൾ എന്തിനാ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും എനിക്ക് നല്ലൊരു മെമ്മറി ഹൈദരാബാദിൽ നിന്ന് ഉണ്ടാവാൻ വേണ്ടി. പിന്നെ ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല, ഞാനൊക്കെ ഫ്രീ മാനാണ്, വെട്ടി തുറന്ന് പറഞ്ഞ ആളാണ്. റൂം എടുത്താൽ ഒരു സ്ത്രീയും പുരുഷനും എന്താ ചെയ്യുക അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളതിന് വില്ലിങ് ആണെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ നമുക്ക് റൂം എടുക്കാം. അങ്ങനെ അവൾ മനസ്സോടെ സമ്മതിച്ച്. അങ്ങനെ ഞാൻ സെക്കൻഡറാബാദിൽ ഒരു 4 സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്തു. ഈ ടാക്സി ഡ്രൈവറിൻ്റെ കെയർ ഓഫ്. അപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ ആരാണ് എന്താണെന്നൊന്നും അയാൾക്കും അറിയില്ല. എനിക്ക് റൂം, എൻ്റെ ഒപ്പം ഒരാളും ഉണ്ടാവും, അത്രേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫ്രീയാണ്. അപ്പോൾ ഇവളത്രയും വലിയ ഹോട്ടലിലൊന്നും കയറിയിട്ടില്ല. ഞങ്ങൾ റൂമിൽ പോയി കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ പരിപാടിക്ക് ഇവൾക്ക് വലിയൊരു താല്പര്യമില്ല. എന്നാലും ഞാൻ ചോദിച്ച സ്ഥിതിക്ക് വന്നതാണ്. അങ്ങനെ ഞാൻ ഇവളെ കിസ് ചെയ്തു, ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് പലതും ചെയ്തിട്ടും ഇതിനൊരു നിർവികാരത, ഒരു കോപ്പറേഷനില്ല. എന്നാലും ഞാൻ കുറേയൊക്കെ ഇവളെ ഇമ്പ്രൂവ് ആക്കി എടുത്ത് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവളോട് ഇനിയെങ്കിലും ഒന്ന് മനസ്സ് തുറക്കും. നിൻ്റെ പാസ്റ്റ്, നിനക്ക് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിന്നെ ആദ്യം കാണുമ്പോൾ തന്നെ നിൻ്റെ മുഖത്തൊരു വിഷാദം എനിക്ക് മനസ്സിലായി. എന്താ പ്രശ്നം വെച്ച്. അപ്പോൾ അവൾ പറഞ്ഞ് അവളെ കെട്ടിച്ചത് ഒരു മഹാരാഷ്ട്രക്കാരനാണ്. അവൻ കല്യാണം കഴിച്ചിട്ട് ഇവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് ഒരു ദിവസം അവൻ്റെ കൂട്ടുകാരന് പരിപാടിക്ക് കൊടുക്കാൻ പറഞ്ഞു. അത് ഇവൾക്ക് പറ്റില്ല. ഇവള് റെസിസ്റ്റ് ചെയ്ത് ഇവളെ കുറേ തല്ലിയൊക്കെ ചെയ്തു. അങ്ങനെ ഇവരുടെ അച്ഛനൊക്കെ ഇടപെട്ട് അവനെ പോലീസിലൊക്കെ കയറ്റി കേസായി, ഡൈവേഴ്സായി. അതിന് ശേഷം ഇവൾക്ക് സെക്സിൽ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോൾ ഓരോ മനുഷ്യരുടെ മനസ്സ് വേഗം മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രശ്നമില്ല, ഇതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. അപ്പോൾ നിനക്ക് ആദ്യം ഇങ്ങനത്തെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അത് സ്വാഭാവികമായിട്ട് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സ് മടുത്തു പോയി വരാം. അങ്ങനെ ഞാൻ മാസങ്ങൾ കൊണ്ട് ഇവളെ ഇമ്പ്രൂവ് ആക്കിയെടുത്തു. അതായത് എൻ്റെ പോലെ ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി ഞാൻ അവളെ മാറ്റി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവളുടെ റൂട്ടിൽ പോകും. ഒരു ദിവസം അപ്പോൾ ഇവളോട് ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശം, ഹൈദരാബാദിൽ അല്ലാത്ത ഔട്ടർ ഹൈദരാബാദ് എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങൾ കാണാനുണ്ടാവും, നമുക്ക് പകലൊന്ന് വെറുതെ കറങ്ങാൻ പോകാൻ. അങ്ങനെ അവൾ പറയാം നമുക്ക് പോകാറ്, ഒത്തിരി ദൂരെയാണ് പറഞ്ഞത്. അങ്ങനെ വിശാഖപട്ടണത്തിൻ്റെ അടുത്തൊരു കടൽത്തീര ഗ്രാമത്തിൽ ഞങ്ങൾ പോയി തിരിച്ചു വന്നു. അതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞാൽ, അതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് പരിപാടിയൊക്കെ ഇവൾക്ക് ഇമ്പ്രൂവ് ആയി നല്ലൊരു ഇൻട്രസ്റ്റുള്ള പെണ്ണായി മാറിയപ്പോൾ ഒരുപാട് മാറ്റം എൻ്റെ മനസ്സിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. കാരണം ഈ പെണ്ണ് മരിച്ച ഫീലൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് സാവധാനം ഇല്ലാണ്ടായി. അതേപോലെ തന്നെ ഇവൾക്കും മാറ്റങ്ങൾ. ഞാൻ ഫസ്റ്റിൽ ഇവളെ കാണുമ്പോൾ പഴയൊരു കോട്ട്, യൂണിഫോമിൻ്റെ ഒരു ഓവർ കോട്ട് അതാണ് ഇട്ടത്. ഇപ്പോൾ കാണുമ്പോൾ അവൾ പുതിയ ഓവർ കോട്ടുകൾ, നല്ല വൃത്തിയുള്ള മറ്റു വേഷവിധാനങ്ങൾ, നല്ല പുതിയ ചെരുപ്പ്. സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനം. ഒരു 2 മനുഷ്യർ പരസ്പരം ആശ്വസിപ്പിച്ചതാണ് ആ കണ്ടത്. ഇതൊന്നും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പരിഹാരമാകണ കാര്യമായിരുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ യാദൃച്ഛികമായിട്ട് ആ സ്ത്രീ വന്നുകൊണ്ട് അവളുടെ ലൈഫും ഇമ്പ്രൂവ് ആയി. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് പോസ്റ്റിങ് പോകണത് പൂനെയിലാണ്. ഇവളെനിക്ക് കത്തെഴുതും, ഇവൾ ഇംഗ്ലീഷിലാണ് എഴുതുക. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഇംഗ്ലീഷൊക്കെ തപ്പി പിടിച്ച് വായിക്കുമെന്നല്ലാണ്ട് എനിക്ക് കത്തൊന്നും വായിക്കാനുള്ള പരിജ്ഞാനമില്ല. പിന്നെ ഹിന്ദി എഴുതിയാലേ അതും അറിയില്ല. സ്കൂളിൽ നിന്ന് തന്നെ 5ാം ക്ലാസ്സിൽ ഹിന്ദി അക്ഷരം പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒളിച്ച് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതിൽ ഇല്ല. എന്നാലും ഇവൾ ഇംഗ്ലീഷിൽ എഴുതും. ലാസ്റ്റ് എഴുതാനൊക്കെ എനിക്ക് മനസ്സിലാവും. ഐ ആം സ്റ്റോപ്പിംഗ് മൈ പെൻ ഡാൻസിങ് ആൻഡ് ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി. ഇത് നിർത്തുകയാണ്.
ഞാൻ ഉറങ്ങാൻ പോകാൻ ഗുഡ് നൈറ്റ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വരക്കും ഇംഗ്ലീഷിൽ. അങ്ങനെ കുറേ നാൾ കത്തിടപാടുണ്ടായി. പിന്നെ ഈ മനുഷ്യൻ്റെ കാര്യമല്ലേ, നമ്മുടെ ഓരോ തിരക്കിനിടയിൽ അവരൊക്കെ വിസ്മൃതിയിൽ അലിഞ്ഞു. ഈ കള്ളവെടി എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡാണ്. അതിൽ വെറും സെക്സ് മാത്രമല്ല, നമ്മൾക്കതിൽ പലതും മനസ്സിലാക്കാനുണ്ട്. ഈ കള്ളവെടീനെ പറ്റി പറഞ്ഞപ്പോഴാണ് എൻ്റെ നാട്ടിലൊരു ഇഷ്യൂ ഉണ്ട്. അതായത് അവിടെ ഒരു പെണ്ണുണ്ട്, വിധവയാണ്, സുന്ദരിയാണ്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളുടെ വീടിന് ഇച്ചിരി നിരീക്ഷണം കൂടുതലല്ല അയൽവാസികൾക്ക്. ഈ പെണ്ണിന് ഇച്ചിരി കാമുള്ള പെണ്ണാണ്. പക്ഷേ ഇവൾക്ക് അനങ്ങാൻ പറ്റില്ല. ഈ അയൽവാസികളൊക്കെ ഇവളെ ഏത് നേരവും നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഒരു ദിവസം അവിടെ നാട്ടിൽ കറണ്ട് ഇല്ലാഞ്ഞിട്ട് ഇവർ മുളകും മല്ലിയും ഗോതമ്പൊക്കെ പൊടിപ്പിക്കാൻ പോയത് കുറച്ച് വിട്ടില്ല. അത്ര ദൂരമല്ല. അവിടെ നിന്ന് മില്ലിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു, ഒരു പയ്യനെ പരിചയപ്പെട്ട് അന്ന് തന്നെ ഇവർ തമ്മിൽ സംസാരിച്ച് എന്തോ ഇഷ്ടമായി. ഇവനോട് രാത്രി വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ രാത്രി ഈ വീട്ടിൽ 10-11 മണിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടായ നാടകീയ രംഗങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്നോടൊരു പെണ്ണ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് രാത്രി. അപ്പോൾ എനിക്ക് രാത്രി കള്ളവെടിക്ക് പോകുമ്പോൾ എൻ്റെ അരയിലൊരു ആനക്കൊമ്പിൻ്റെ പിടിയുള്ള കത്തി ഉണ്ടാവും, എൻ്റെ സ്വയം രക്ഷയ്ക്ക്. പിന്നെ എൻ്റെ സൈക്കിളിന് ഒരാൾക്ക് പോകാനുള്ള കാറ്റേ ഉണ്ടാവുള്ളൂ. മഡ് ഗാർഡില്ല, ഹെഡ്ലൈറ്റില്ല, ബ്രേക്ക് പിടിച്ചാൽ എവിടെയെങ്കിലും നിൽക്കും. പിന്നെ എനിക്കല്ലാണ്ട് ആ സൈക്കിൾ വേറെ ആൾക്ക് ചവിട്ടാൻ പറ്റില്ല. അത് എങ്ങോട്ടെങ്കിലും അത് പോവും. എനിക്ക് മാത്രമേ അത് മെരുങ്ങുള്ളൂ. ഒരു 11 മണിക്ക് ഞാനിങ്ങനെ ആ വീട് ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ഭയങ്കര ബഹളം. നോക്കുമ്പോൾ എന്താ, ഈ ചെറുക്കനെ അവിടെ പിടിച്ചേക്കുക സദാചാരക്കാരുന്ന അയൽവാസികൾ പിടിച്ച് പുറത്തിറക്കിയിട്ടുള്ളൂ. തല്ലിയിട്ടൊന്നുമില്ല. തല്ലാനൊക്കെ പരിപാടി ഇട്ടപ്പോഴാണ് ഞാൻ കയറി ഇടപെട്ട് വിട് അവൻ്റെ ഷർട്ടുമേന്ന് വിടാൻ പറയും. അപ്പം എൻ്റെ അടുത്ത വീട്ടിലൊരു ചേർത്തി കയറും കൊണ്ട് വരുന്നത്, തെങ്ങമ്മേ കെട്ടിയിടുക, ഇവരെ ഈ തെങ്ങമ്മേ കെട്ടിയിടുക, നാട്ടുകാർ കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. അന്നുകൊണ്ട് ഈ സൂക്കേടുള്ള ചേർത്തിമാർ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ തെങ്ങമ്മേ കെട്ടണമെങ്കിൽ ആദ്യം നിൻ്റെ കെട്ടിയാണെ കെട്ടണം, നിൻ്റെ കെട്ടിയാൻ പുണ്യാളനാണ് ചോദിച്ചത്. പിന്നെ ഞാൻ ആൾക്കാരോട് ചോദിച്ചേ ഏത് മൈരന്മാർക്ക് ഇവനിപ്പോൾ കെട്ടിയിട്ടുണ്ട് ചോദിച്ചേ. ഈ കൂട്ടത്തിലുള്ള മിക്ക മാന്യന്മാരെ രാത്രി സമയത്ത് ഞാൻ പല വീട്ടിൽ നിന്നും ചെറ്റപ്പൊക്കിയിട്ട് വരണ കണ്ടിട്ടുണ്ട്. നീയൊക്കെ എന്താണ് പുണ്യാളന്മാരായത്? എന്നിട്ട് ഞാൻ ചെറുക്കൻ്റെ ഷർട്ടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് നീ എങ്ങനെ വന്നതെന്ന് ചോദിച്ചു. സൈക്കിളെന്നല്ല പറഞ്ഞു. എന്നാൽ സൈക്കിൾ എടുത്ത് പോയിക്കോ, നിന്നെ ഒരു കുട്ടി ഇവിടെ തൊടൂല പറഞ്ഞു. എന്നിട്ട് ഞാൻ നാട്ടുകാരോട് ഒരു ഡയലോഗ് കൂടി അടിച്ച്, അങ്ങനെ തെങ്ങമ്മ കെട്ടുകയാണെങ്കിൽ ഈ പഞ്ചായത്തിലെ തെങ്ങൊന്നും മതിയാവില്ല, ആ പാവ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ. അവളുടെ വീട്ടിൽ ഒരാൾ വന്നത് അവൾക്ക് ആവശ്യം ഉണ്ടായിട്ടോ, നിങ്ങൾക്കെന്താ പ്രശ്നം? കഷ്ടമുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു സൂക്കേട്. അതിന് മരുന്നില്ല. പക്ഷേ ആ പയ്യൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു സംശയം വേണ്ട, എതിർക്കാനുള്ളവരാണ്ട് എതിർക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സ്വഭാവം പുറത്തെടുക്കുന്നത്. അതിലവിടെ രംഗം ശൂന്യമായി. ഞാൻ വന്നിട്ടില്ലെങ്കിൽ ആ ചെക്കൻ അവരടിച്ച് ശരിയാക്കും. മനസ്സിലായ? ശുദ്ധ അസൂയാണ്. ആ കയറും കൊണ്ട് വന്ന ആ പെണ്ണിന് ശരിക്കുള്ള പണി കിട്ടണില്ല. ഇവൻ പല വീട്ടിലും പോയി പണിയെടുക്കും, ഇവൾക്ക് ശരിക്കും എടുത്തു കൊടുക്കണില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. കയറ് തെങ്ങുമ്മേ കെട്ടിയിട്ട് ഒരു പരിപാടി എടുക്കാൻ വന്നതിനാ. അന്നത്തെ കൊണ്ട് അവിടുത്തെ സദാചാരം ഞാൻ പൊളിച്ച്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഐശ്വര്യമുള്ള സ്ഥലമാണ്. ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ ഞാൻ അവിടെ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പോസ്റ്റിങ് പൂനെയിലേക്കാണ്. അടുത്ത വീഡിയോ എൻ്റെ പൂനെയിലുള്ള ഒരു സംസർഗം. അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമസ്കാരം.